നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഷോറൂം കണ്ടീഷനിലിരിക്കുന്ന ഒരു എക്കോ സ്പോർട്ടാണ്. ഫോർഡിൻ്റെ എക്കോ സ്പോർട്ട് ടൈറ്റാനിയം ഓപ്ഷൻ വന്നേക്കണം. എല്ലാവിധ ഫീച്ചേഴ്സും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എക്കോ സ്പോർട്ട്. 2020 മോഡൽ. ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 6400 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കിലോമീറ്ററാണ്. സർവീസിന് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനമാണ്. സിംഗിൾ ഓണറാണ്. വളരെ നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വാഹനം. ഇതിന് ടയർ കാണുമ്പോൾ തന്നെ അറിയാം എത്ര ഓടിയിട്ടുണ്ടെന്ന്. കാരണം തേയ്മാനൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ഫുള്ള് കണ്ടുവരാം. പെട്രോൾ ഓപ്ഷൻ വന്നിരിക്കുന്ന വാഹനമാണ്. പിന്നെ കൂടാതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ID വാല്യൂ നിലവിൽ ഏകദേശം 8.10 lakhs ID വാല്യൂ നിലവിൽ ഈ വാഹനത്തിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, വാഹനം ഫുള്ള് കണ്ടുവരാം. ഇൻറ്റീരിയർ എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സംസാരിച്ചേക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്കോ സ്പോർട്ടായിട്ടാണ് ഞാൻ വന്നേക്കണം. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന വാഹനമാണ് എക്കോ സ്പോർട്ട്. അപ്പോൾ എക്കോ സ്പോർട്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വെൽ മെയിൻറ്റൈൻഡ് ഉപയോഗിക്കുന്ന വാഹനമാണ്. ഒരു രീതിയിലുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളുമില്ല. ടൈറ്റാനിയമാണ്. ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വാഹനത്തിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു എക്കോ സ്പോർട്ട് നമുക്കിവിടെ കാണാം. അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ ഫോർഡിൻ്റെ ഒറിജിനൽ അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ നമുക്കിവിടെ ഹെഡ്ജസും കാര്യങ്ങളൊക്കെ നോക്കാം. ഹെഡ്ജസിന് പക്ക ക്വാളിറ്റിയാണ്. ഞാൻ വിശദമായിട്ട് തന്നെ ക്ലോസ് ലുക്ക് വരുന്നുണ്ട്. വാഹനം നല്ല ഭംഗിയിൽ തന്നെ കിടക്കുന്ന വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ടോപ്പ് വ്യൂയിലേക്കൊന്ന് പോയേക്കാം. നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാം. അതേപോലെ വീലാർസിലേക്കൊന്ന് പോയേക്കാം. വീലാർസ് ആയാലും നല്ല നീറ്റ് അടങ്ങിയ വീലാർസ് നമുക്കിവിടെ കാണാം. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. നമുക്ക് ബോണറ്റിലേക്ക് വരാം. ബോണറ്റ് ആയാലും നല്ല നീറ്റ് അടങ്ങിയ ബോണറ്റ് നമുക്കിവിടെ കാണാം. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ബോണറ്റ് കിട്ടുന്നില്ല. നല്ല ഹെഡ് ലാമ്പ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഫോഗ് ലാമ്പ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഫ്രണ്ട് പോർഷൻ നല്ല ഓക്കെ ആയിട്ടിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കാണാം. അതേപോലെ ഇവിടെയും നമുക്ക് നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഹെഡ് ലാമ്പ്സ്, ഫോഗ് ലാമ്പ്സ് ആയാലും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഇവിടെയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സ്ക്രാച്ചും കാര്യങ്ങളും കിട്ടാറ്. അവിടെയൊക്കെ പക്കയായിട്ട് നിൽക്കുന്ന വാഹനമാണ്. വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറും ഇവിടെ പക്ക ക്വാളിറ്റി തന്നെയായിരിക്കണം. ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ വീലാർസ് നോക്കാം. അതേപോലെ ഗ്രിപ്പ് 100% എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പുത്തൻ ടയേഴ്സ് തന്നെ കിടക്കണം. അലോയ്സ് ആയാലും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. നല്ല സൈഡ് വ്യൂ നമുക്കിവിടെ കാണാം. അതേപോലെ റൂഫ് റെയിൽസും കാര്യങ്ങളും നോക്കാം. ക്രോസ് ഓവർ കൊടുത്തിട്ടുണ്ട്. ക്രോസ് ബാറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിഫോക്കസ് കാര്യങ്ങൾ, അതേപോലെ വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്പെയർ വീല് കവേർഡാണ്. അതുകൊണ്ട് സ്പെയർ വീല് കാണിക്കാൻ നമുക്ക് ഓപ്ഷനില്ല. ഇവിടെ എക്കോ സ്പോർട്ടിൻ്റെ ബാഡ്ജിൽ നിൽക്കുന്നു. ഫോർഡിൻ്റെ ബാഡ്ജിൽ നിൽക്കുന്നുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ എന്തായാലും നമ്മൾ ബാക്കിലേക്ക് വന്നു റൂട്ടൊന്ന് പരിചയപ്പെട്ടേക്കാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു ഡോറ് നമുക്കിവിടെ കാണാം. ഇവിടെ കപ്പാസിറ്റി കൂട്ടാനായിട്ട് കുറച്ച് കർവ് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കാം. കുഴപ്പമില്ലാത്ത സ്പേസ് നമുക്കിവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ നോക്കാം. പാർസൽ ട്രേയിൽ നീറ്റായിട്ട് ഇരിക്കുന്നത് നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ നമുക്കിനി എഡ്ജസിലേക്കൊന്ന് പോയേക്കാം. എഡ്ജസ് എന്തെങ്കിലും രീതിയിലുള്ളൊരു പ്രശ്നങ്ങളൊക്കെ നമുക്കിവിടെ നോക്കാം. നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമുക്ക് ബൂട്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്കൊന്ന് പോയേക്കാം. രണ്ട് ഡോറും നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ ഇവിടെ നമുക്ക് ഫുൾ ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. പിന്നെ റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പില്ലേഴ്സൊക്കെ ബ്ലാക്ക് പോയിട്ടുണ്ട്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നല്ല സ്ട്രോങ് ഡോർസാണ് വന്നേക്കണം. ഫാബ്രിക്കൊക്കെ നോക്കാം. അല്ല അതേപോലെ ഇവിടെ 4 പവർ വിൻഡോസും ORM കൺട്രോളും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കാം. എക്കോ സ്പോർട്ടിൻ്റെ ബാഡ്ജിങ് വന്നേക്കുന്ന സീറ്റ് കവേഴ്സ് നമുക്കിവിടെ കാണാം. നല്ല ക്വാളിറ്റിയാണ് വാഹനം. അതേപോലെ ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെ ഹെഡ്സ് അപ്പ് ആയിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ചെറിയ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ AC-യുടെ മാക്സ് കൂളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. മാനുവലാണ് വന്നേക്കണേ. എല്ലാ കൺട്രോൾസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ക്രൂസ് വരുന്നില്ല കേട്ടോ. ക്രൂസ് നമുക്ക് കിട്ടുന്നില്ല. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6400 കിലോമീറ്റർ മാത്രമേ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ആണ് വേറെ ഹൈലൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നീറ്റായിട്ട് സീറ്റ്സ് കാണാം. പാസഞ്ചർ സൈഡും ചുറ്റി തന്നെ ഇരിക്കുന്നു. റൂഫായാലും നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് വയ്ക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് സ്ട്രോങ് ആയിട്ട് എടുക്കുന്ന ഡോർ പാഡ്സും കൂടെ കാണാം. സീറ്റ്സ് ആയാലും
അതിവിശാലമായിട്ടൊക്കെ സീറ്റ്സ് വെക്കുന്നുണ്ട്, 2 ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്, അതേപോലെ കുഴപ്പമില്ലാത്ത ലെഗ് റൂം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്, അതുകൂടി ഞാൻ പറയാം. ഓക്കെ, വേറെ നമുക്ക് കാര്യമായിട്ടൊന്നും ഇവിടെ കാണിക്കാനില്ല. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം ഒന്ന് കാണിച്ചേക്കാം, അതിനുശേഷം നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എക്കോസ്പോർട്ടിൻ്റെ എഞ്ചിൻ ഭാഗം. വളരെ നീറ്റായിരിക്കുന്ന എഞ്ചിൻ ഭാഗം നമുക്കിവിടെ കാണാം. കേട്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള എഡ്ജസും സൈഡും കാര്യങ്ങളൊക്കെ കാണാൻ പോകണം. കേട്ടോ, പേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ നോക്കാം, നല്ല നീറ്റായിരിക്കും ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കാണാം. അതായത് ഇവിടെ എഡ്ജസ് നോക്കാം, എഡ്ജസ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്ക് കിട്ടുന്നുണ്ട്. ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ്, ഒരു രീതിയിലുള്ള പവർ ഡ്രോപ്പോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇനി ഇതിൻ്റെ എഡ്ജസിലേക്കൊന്ന് വായിക്കാം. എഡ്ജസ് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡെൻറ്റോ പാച്ചോ ഒക്കെ അത് നമുക്കിവിടെ നോക്കാം. കേട്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു എക്കോസ്പോർട്ടിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു എക്കോസ്പോർട്ട് ഉണ്ട് കഴിഞ്ഞു ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും കിലോമീറ്റർ കുറവോടെ എക്കോസ്പോർട്ട് നമ്മുടെ ചാനൽ കൂടി ആദ്യമായിട്ടായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നത്. വെറും 6000 കിലോമീറ്റർ മാത്രം ഓടിക്കണം സിംഗിൾ ഓണർ വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൈറ്റാനിയം ഓപ്ഷനാണ്, എല്ലാവിധ ഫീച്ചേഴ്സും വാഹനത്തിനുണ്ട്. നമുക്ക് ഇൻറ്റീരിയേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം വാഹനത്തിൻ്റെ ക്വാളിറ്റി. ഓക്കെ, നമുക്ക് റേറ്റിലേക്ക് കിടക്കാം. അതിനൊക്കെ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ഡെയിലി എത്തുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 9.5 ലക്ഷം രൂപയാണ്. വെറും 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 9.50 ലാക്സ് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഷോറൂം നമ്മളോട് തന്നെ വിളിക്കാം, സംസാരിക്കാം. എന്തെങ്കിലും നെഗോസിയേഷൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് വാഹനങ്ങളുടെ അപ്ഡേറ്റ്സിനായിട്ട് ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.